ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. അപ്പോൾ പലവരുടെയും ജീവിതം മാറ്റിയ ഒരു നമ്പേഴ്സാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അത് എല്ലാവർക്കും അറിയുന്നതാണ്. പലവരും പല നമ്പേഴ്സ് എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു സീക്രട്ട് നമ്പറാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആ നമ്പർ പറഞ്ഞൊരു മാനിഫെസ്റ്റേഷൻ നമ്പറാണ്. അപ്പോൾ ഞാൻ ആ നമ്പർ എങ്ങനെയാണ്, എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. പക്ഷെ ആ നമ്പർ മാത്രം ഞാൻ ഫസ്റ്റ് പറയാം കേട്ടോ. 55 × 5 55 × 5 ആ നമ്പർ. എങ്ങനെയാണ് എഴുതേണ്ടത്, അതെന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അപ്പോൾ ആ പറയുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ, കമന്റ് ഇതെല്ലാം ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ നിന്നിട്ട്. അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 55 × 5 ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവരുടെയും ജീവിതകഥ മാറ്റിയ നമ്പറാണ്. ജീവിതം തന്നെ മാറ്റിയതാണ്. പലവർക്കും അനുഭവം കിട്ടിയ നമ്പറാണ് 55 × 5. അപ്പോൾ ആ നമ്പറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം നമ്മൾ ചെയ്യണം. 5 ദിവസം 55 തവണ എഴുതണം. അപ്പോൾ അതെങ്ങനെ എഴുതുക, എന്താണ് പറഞ്ഞിട്ട് എഴുതുക ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ അതേ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം നന്നായി മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചതിന് ശേഷം ഒരു പേപ്പറോ അല്ലെങ്കിൽ ബുക്കോ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ച്, ഇപ്പോൾ എന്താണ് ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുണ്ട്, പൈസ വേണം, അങ്ങനെയെല്ലാം നമ്മൾ എഴുതേണ്ടത്. ആ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടന്ന് കിട്ടി, എനിക്കത് കിട്ടി. ഇപ്പോൾ എനിക്ക് എക്സാമിൽ ഫുള്ളായി പാസ്സായി, മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അത് സങ്കല്പിച്ചിട്ട് വേണം എഴുതാൻ. അല്ലാണ്ട് തരണം എനിക്ക് വേണമെന്നല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വേണം, അത്രയും സന്തോഷത്തോടു കൂടി വേണം ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്. ഉൾമനസ്സിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. ആ ആഗ്രഹം ഉൾമനസ്സിൽ അത് നടന്നു എന്ന് പറഞ്ഞിട്ട് അത്രയും ആഴത്തിൽ ഉള്ളിൽ ചെന്ന് നമ്മുടെ മനസ്സിലും അതേപോലെ സന്തോഷത്തോടു കൂടി എഴുതിയാലാണ് ഈ ആഗ്രഹം നടക്കുള്ളൂ. കണ്ടില്ലേ, എഴുതിയതാണ് ഞാൻ. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. ഇത് 55 തവണ എഴുതണം കേട്ടോ. അപ്പോൾ 1 തവണയല്ല, 2 തവണയല്ല, 55 തവണ എഴുതണം. അതും വെറും 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നമുക്ക് നേടിയെടുക്കാം. വെറും 55 തവണ മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുന്നുണ്ടോ? ഇപ്പൊ ഞാൻ അപ്പുറത്തെ പേജിൽ 55 തവണ പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിൽ അപ്പുറത്തെ പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഇതിൽ എഴുതിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാച്ച് അവറിനെ കുറിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്കത് ഫുൾ 4000 വാച്ച് അവർ വേണമെന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. എനിക്ക് വാച്ച് അവർ ഒന്നും ഉണ്ടായിരുന്നില്ല. 4000 വാച്ച് അവർ ആയിട്ടുണ്ടായിരുന്നു. ചാനൽ മോണിറ്റേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ എന്തോ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണെങ്കിൽ ശരി, അങ്ങനെ കട്ടായിപ്പോയി. പിന്നെ എനിക്ക് വാച്ച് അവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ വീഡിയോസ് ഇട്ടു. 1100ഓളം വീഡിയോസ് ഞാൻ ഇട്ടു. ലോങ് വീഡിയോസും ഷോർട്ടും ആയിട്ട്. ലോങ് വീഡിയോസ് പറഞ്ഞാൽ കുറേ ഇട്ടു ഞാൻ. പക്ഷെ എനിക്കതിൽ ഒരു വാച്ച് അവറും ഇല്ല. നമ്മൾ അതെല്ലാം പോയി. വീഡിയോസ് ഡിലീറ്റ് ആയപ്പോൾ കുറേ ലൈവൊക്കെ ഞാൻ സ്ക്രീൻ കാസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് വാച്ച് അവർ എല്ലാം പോയി. ലോങ് വീഡിയോസിൽ ഒരു വാച്ച് അവറും ഇല്ല. പക്ഷെ എൻ്റെ ഏറ്റവും ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ എഴുതിയത്. ദൈവമേ, ഒരു 500 പബ്ലിക് വാച്ച് അവർ എനിക്ക് കിട്ടിയതാണെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. എനിക്ക് 4000 എന്നല്ല ഞാൻ എഴുതിയത്. എനിക്ക് ദൈവം ഒരു 500എങ്കിലും കിട്ടിയതാണെങ്കിൽ എന്നാ ഞാൻ ചെയ്യാം. 1 മണിക്കൂർ പോലും ഇല്ലാത്തതിനെ ഒരു ദൈവമേ നമുക്കൊരു 500എങ്കിലും കിട്ടിയതാണെങ്കിൽ എനിക്കത് സ്വപ്നം കാണാൻ പറ്റുമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് വെറും 5 ദിവസം ചെയ്തപ്പോൾ എൻ്റെ വാച്ചവറിൽ എനിക്ക് മാറ്റം വന്ന ഒരു വിശ്വസിക്കാൻ പറ്റിയില്ല. 500 ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് 800 വാച്ചവർ കിട്ടി. 800 മണിക്കൂറോളം കിട്ടി. എനിക്കതിൽ
ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ 4000 ആയിട്ടില്ലല്ലോ അപ്പോഴേക്കും എന്ന് വിചാരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. തുടക്കക്കാർക്ക് ഒന്നും ഇല്ലാത്തവർക്ക് ആ ചെറുത് കിട്ടുമ്പോഴുള്ള ആ സന്തോഷമില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരിക്കലും. പക്ഷെ അത് ഫുള്ളായി നല്ല ഏണിങ്സ് കിട്ടുന്നവർക്ക് ഇതൊരു കാര്യമോ ചോദിക്കും. പക്ഷെ അത് കാര്യം തന്നെ. ആ തുടക്കക്കാർക്ക് ഒന്നും ഇല്ലാത്തതിൽ നിന്ന് നമുക്ക് കയറി പിടിക്കുമ്പോൾ ആ ഒരു സന്തോഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ 820 എത്രയോ വാച്ച് അവറായി. ഞാൻ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം ആവാൻ പോണു. ഈ ഓണം വന്നാൽ 2 വർഷമാവും. അപ്പോൾ 2 പ്രാവശ്യം എൻ്റെ റിവ്യൂസ് കണ്ടന്റ് റെപ്പറ്റീവ് കണ്ടന്റ് വന്നിട്ട് ചാനല് മോണിറ്റേഷൻ കട്ടായി പോയതാണ്. അപ്പോൾ വാച്ച് അവർ ഒന്നും ഇല്ലാണ്ടിരുന്നു, പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ മുന്നേറി ഇതുവരെ എത്തി. എനിക്ക് ചില വീഡിയോസിന് ഇപ്പോൾ ഞാൻ ഇത് എഴുതിയ അവിടുന്ന് തുടങ്ങിയിട്ട് ഈ ആഗ്രഹം എഴുതി അവിടുന്ന് തുടങ്ങിയിട്ട് എനിക്ക് ചില വീഡിയോസിന് ചിലതല്ല, ഒരു വീഡിയോന് 97 സബ്സ്ക്രൈബർ കിട്ടി. അതും ലോങ് വീഡിയോക്ക്. എനിക്ക് ഇതിൽ കൂടുതൽ വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇതിൽ കൂടുതൽ സന്തോഷം എനിക്കിനി ഒന്നുമില്ലാത്ത അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതില്ലേ, അതാണ് ഏറ്റവും പെർഫെക്റ്റ് സന്തോഷം. എന്താ പറയുക, മനസ്സിലറിഞ്ഞ സന്തോഷം. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും സന്തോഷമാണ് എനിക്കിപ്പോൾ. 4000 കംപ്ലീറ്റ് ആയിട്ടല്ല, നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് എല്ലാം പോയിട്ട് 1 മണിക്കൂർ പോലും ഇല്ലാതെ പിന്നെ അതിന് കയറി പിടിക്കുമ്പോൾ ഒരു ഇതില്ലേ, അപ്പം അതാണ് ഏറ്റവും വലിയ സന്തോഷം. തോറ്റവിടുന്ന് നമ്മൾ ഇനി ജയിച്ചു തുടങ്ങണം. അപ്പോൾ അതേപോലെ നിങ്ങൾ എഴുതണം. നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹമാണോ ഉള്ളത് അത് മനസ്സിൽ പോസിറ്റീവായി എടുത്തിട്ട് നടന്നു കഴിഞ്ഞിട്ട് എഴുതണം. അപ്പം ഞാൻ അങ്ങനെ എഴുതി. ആ സന്തോഷത്തിൽ ഞാൻ എഴുതി. വെറും 3 ദിവസമേ എഴുതിയിട്ടുള്ളൂ. 5 ദിവസം ചെയ്യേണ്ടത് 3 ദിവസം തികച്ചിട്ടില്ല. അപ്പോഴേക്കും എനിക്ക് 800 സംതിങ് വാച്ച് അവറായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും നിങ്ങൾക്ക് ഇതേപോലെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ പോസിറ്റീവായി എടുത്തിട്ട് നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതുക. 55 തവണ 5 ദിവസം ചെയ്യുക. ഉറപ്പായാലും അത് 100% നടക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 3 ദിവസം തികച്ചില്ല, ഇന്നാണ് 3ാമത്തെ ദിവസം. അപ്പോഴേക്കും എനിക്കായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. പിന്നെ ഇടയിൽ വെച്ച് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. ഈ 5 ദിവസം നമ്മൾ ചെയ്യുക. പക്ഷെ കഴിഞ്ഞു പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് ആ ആഗ്രഹം അവിടെ തന്നെ നിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് അതിൻ്റെ മുന്നിലോട്ടെത്താൻ ഈ 5 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യാം. പിന്നെ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ബുക്ക് ഒരിക്കലും പേജ് ചീന്തി കളയുകയോ അതുപോലെ തന്നെ എന്താ പറയാ, എവിടെയെങ്കിലും ചവിട്ടുന്ന സ്ഥലത്ത് അവിടെ ഇവിടെയും താഴെ ഇടുക ഒന്നും ചെയ്യരുത്. ഇത് അങ്ങനെ നമുക്ക് ഈ ബുക്ക് അല്ലെങ്കിൽ ഈ പേപ്പർ ആണെങ്കിൽ അതെടുത്ത് മടക്കി നമുക്ക് കുറച്ച് നാള് എന്താ പറയുക സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് ഇടാം. ചിലപ്പോൾ തെങ്ങും തോപ്പ് അങ്ങനെ സ്ഥലത്ത് നമുക്ക് ആ പേപ്പർ ഇട്ട് ദ്രവിച്ചു പോണ പോലെ ഭൂമിയിൽ തന്നെ ഇല്ലാതാവുന്ന പോലെ നമുക്ക് ചെയ്യാം. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഈ ആഗ്രഹത്തിന് ചീന്തിക്കളഞ്ഞാൽ അത് നമ്മൾ ചീന്തിക്കളഞ്ഞല്ലേ നമ്മുടെ ആഗ്രഹം ഇല്ലാതായി പോവുകയാണ്. അതുപോലെ ചവിട്ടി തേച്ചാൽ നമ്മുടെ ആഗ്രഹം ചവിട്ടി തേച്ച് പോവുകയാണ്. അപ്പം അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ചെയ്യുമ്പോൾ ഇത് എഴുതുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് വേണം ഇത് ചെയ്യേണ്ടത്. രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം. മനസ്സ് റിലാക്സായി ശാന്തമായി ഇരിക്കുന്ന സമയത്ത് ഇത് എഴുതുക. ഇത് എഴുതുമ്പോൾ മനസ്സിൽ വേറെ ഒരു കാര്യം പറ്റില്ല. ഫോൺ മെയിനായിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ ആഗ്രഹം മാത്രം നടന്നു കഴിഞ്ഞു എന്നുള്ള ആഗ്രഹം മാത്രം മതി. മനസ്സിൽ നമുക്ക് തോന്നണം എന്നിട്ട് എഴുതിയാലേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഫലം ഉണ്ടാവില്ല. ആർക്കോ വേണ്ടി ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കിയിട്ട് ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഉൾമനസ്സിൽ നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ദിവസം പോലും മുടക്കം വരാൻ പാടില്ല കേട്ടോ. 5 ദിവസം ചെയ്യണം. പിന്നെ ഇടയിൽ ഇപ്പോൾ ഇന്ന് എഴുതി, നാളേക്ക് എനിക്ക് ഓർമ്മയില്ല, മറ്റന്നാൾ എഴുതാൻ പറഞ്ഞു. മറ്റന്നാൾ എഴുതുമ്പോൾ അത് 2ാമത്തെ ദിവസമല്ല, ഫസ്റ്റ് ഡേ ആണ്. പിന്നെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ കണക്കാക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും മുടക്കം വരരുത്. ഈ 5 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യുക. ഒരു 5 ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാനില്ലേ,
മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്, നിങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് കിട്ടാൻ പോകുന്നത്. ഒരിക്കലും കിട്ടാത്ത സന്തോഷമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് ഉപേക്ഷിച്ചതായിരിക്കും, പക്ഷെ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കരുത്. വിശ്വസ്തോടെ, പൂർണ്ണ വിശ്വസ്തോടു കൂടി ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടക്കും. നമ്പർ മറക്കരുത്, 55 × 5. അപ്പം 55 പ്രാവശ്യം 5 തവണ നമ്മൾ നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം കേട്ടോ ഒരു ബുക്കിൽ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നടന്നു കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി പറയണം, എൻ്റെ ചാനലൊന്നും കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കൂട്ടാക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.